രോഹിത് വെമുല കേസിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ട തെലങ്കാന സർക്കാർ കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് തെലങ്കാന സർക്കാർ തള്ളി. പോലീസ് റിപ്പോർട്ടിനെതിരെ ഹൈദരാബാദ് സർവകലാശാലയിലടക്കം പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ട് തള്ളിയത്. അതേസമയം കോടതിയിൽ ലഭിച്ച റിപ്പോർട്ട് തള്ളണമെന്ന DGP കോടതിയിൽ അപേക്ഷ നൽകും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനാണ് ചേരുന്നത്. ഗൗതം, ഇന്നലെ നമുക്കറിയാം കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നാടകമാണ് പൊളിഞ്ഞു വീണൊരു സാഹചര്യം ഉണ്ടായത്. മുഖം രക്ഷിക്കാൻ തന്നെയല്ലേ തെലങ്കാന സർക്കാർ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്? ദേവിക, കോൺഗ്രസ് സർക്കാർ തന്നെ അതേ സർക്കാരിന് കീഴിലുള്ള പോലീസിന്റെ റിപ്പോർട്ട് തള്ളുന്ന ഒരു സാഹചര്യമാണ് തെലങ്കാനയിൽ നമ്മൾ ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം തെലങ്കാന പോലീസ് തന്നെയാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും രോഹിത് വെമുലയുടെ ആത്മഹത്യയുടെ കാരണമെന്നത് നേരത്തെ കോൺഗ്രസോ അതല്ലെങ്കിൽ ഇടത് പാർട്ടികളോ ഒക്കെ രാജ്യത്ത് പ്രചരിപ്പിച്ചതുപോലെ ഒരു സംഭവമല്ല, മറിച്ച് താൻ ജാതി സർട്ടിഫിക്കറ്റ് തിരുത്തിയത് അതല്ലെങ്കിൽ താൻ ദളിതനല്ല എന്ന വസ്തുത പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തനിക്കെതിരെ ഉയരാൻ പോകുന്ന പ്രതിഷേധം ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഒരു ഭീതിയിലാണ് രോഹിത് വെമുല ആത്മഹത്യ ചെയ്തത് എന്നാണ് തെലങ്കാന പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ തെലങ്കാനയിൽ അധികാരത്തിലിരിക്കുന്നത് കോൺഗ്രസിന്റെ സർക്കാരാണ്. രേവന്ത് റെഡ്ഡി നേതൃത്വം നൽകുന്ന ഭരണകൂടമാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. ഇതേ സർക്കാർ തന്നെ ഇപ്പോൾ ഈ പോലീസ് റിപ്പോർട്ട് തള്ളുകയും പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഈ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് തെലങ്കാന DGP തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ദേവിക നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ രോഹിത് വെമുലയുടെ പേരിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്തെ ക്യാമ്പസുകളിൽ സംഘടിപ്പിച്ചത്. അന്ന് കോൺഗ്രസും ഒപ്പം ഇടത് പാർട്ടികളും പ്രധാനമായും പ്രചരിപ്പിച്ചത് ദളിതർക്കെതിരെയുള്ള ആക്രമങ്ങളുടെ ഒരു ഇരയാണ് രോഹിത് വെമുല എന്നുള്ളതായിരുന്നു. ദളിതനായതുകൊണ്ട് രോഹിത് വെമുലയ്ക്ക് ഹൈദരാബാദ് സർവകലാശാലയിൽ തന്റെ പഠിക്കുവാനും ജീവിക്കുവാനുമുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. അതിനാൽ സർവകലാശാലയും ഒപ്പം ഹൈദരാബാദ് സർവകലാശാല ഉൾപ്പെടുന്ന പ്രദേശത്തെ MP-യും അന്ന് കേന്ദ്രമന്ത്രിയുമായിരുന്ന ദത്താത്ത് BJP മന്ത്രിയുമൊക്കെ അതിൽ പ്രതി ചേർക്കണം എന്ന രീതിയിലുള്ള പ്രചരണമാണെന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ നടന്നത്, രാജ്യത്തെ ക്യാമ്പസുകളിൽ നടന്നത്. പക്ഷേ തെലങ്കാന പോലീസ് നൽകുന്ന റിപ്പോർട്ട് മറ്റൊന്നാണ്. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, രോഹിത് വെമുലയുടെ ആത്മഹത്യയുടെ അടിസ്ഥാനം എന്നത് ഒരു രീതിയിലും ക്യാമ്പസിലെ VC-യോ അതല്ലെങ്കിൽ ഭരണകൂടമോ രോഹിത്തിനെ ഒരു ദളിതനായി കണ്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ പീഡിപ്പിക്കുകയോ അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ എടുത്തു കളയുകയോ ചെയ്തിട്ടില്ല. മറിച്ച് രോഹിത് വെമുല തന്റെ സർട്ടിഫിക്കറ്റിനകത്ത് ദളിതൻ എന്ന് എഴുതി ചേർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് അതൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന നിലപാടിലേക്കാണ് ഈ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ദളിത് വിഭാഗത്തിൽ പെടാത്ത SC/ST വിഭാഗത്തിൽ പെടാത്ത രോഹിത് വെമുല അവിടെ അഡ്മിഷൻ എടുക്കുന്നതും അതിനുശേഷം അവിടെ ഈ പിന്നോക്ക വിഭാഗത്തിന് ലഭിക്കേണ്ടതായ പല അവകാശങ്ങൾ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പശ്ചാത്തലമുണ്ടായി. പക്ഷേ ഇദ്ദേഹം ദളിത് കുടുംബത്തിൽ പെടുന്ന ആളല്ല എന്ന വസ്തുത ക്യാമ്പസിലെ പല ആളുകളും അറിഞ്ഞു തുടങ്ങി. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വസ്തുതാപരമായ പല റിപ്പോർട്ടുകളും പുറത്തു വരുമെന്ന് ഭയന്നുകൊണ്ട് ഇദ്ദേഹം 2016 ജനുവരി മാസം 17-ാം തീയതി തന്റെ ജീവിതം ഉപേക്ഷിച്ചു. ഇതാണ് ഇതിന് കാരണമായി ഇപ്പോൾ ഈ അന്വേഷണ സംഘം തെലങ്കാന പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും അതല്ലെങ്കിൽ കേരളത്തിലെ ഇടത് നേതാക്കളും ഒക്കെ ക്യാമ്പസുകളിൽ നടത്തിയ പ്രചരണത്തിന് നേരെ ഘടകവിരുദ്ധമാണ്. അവരുടെ സർക്കാരിന് കീഴിലുള്ള പോലീസ് തന്നെ നടത്തിയിട്ടുള്ള അന്വേഷണം. ഒരുപക്ഷെ കോൺഗ്രസ് വാദിക്കാൻ പോകുന്നത് തെലങ്കാനയിൽ അടുത്ത കാലത്താണ് രേവന്ത് റെഡ്ഡി സർക്കാർ വന്നത് എന്നായിരിക്കും. എങ്കിൽ പോലും തെലങ്കാനയിൽ അധികാരത്തിൽ ഇരുന്നത് BJP അല്ല. നമുക്കറിയാം, BJP-യെ രൂക്ഷമായി വിമർശിക്കുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ നേതൃത്വത്തിലുള്ള ഭാരത് രാഷ്ട്ര സമിതിയുടെ അല്ലെങ്കിൽ തെലങ്കാന രാഷ്ട്ര സമിതിയുടെ സർക്കാരാണ്. അവർ BJP-യുമായി ഒരു തരത്തിലുമുള്ള ടൈപ്പ് നമുക്ക് എങ്ങും അടുത്ത കാലത്ത് കാണാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല, തെലങ്കാനയിൽ ഈ ചന്ദ്രശേഖർ റാവു ഏറ്റവും അധികം വിമർശിക്കുന്നത് BJP-യെയും RSS-നെയും ഒക്കെ ആണ് എന്നത് നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഈ റിപ്പോർട്ട് സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ വായടപ്പിക്കുന്നതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ തെലങ്കാന പോലീസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഇതിൽ കൃത്യമായ ഒരു പ്രതികരണം നടത്താൻ രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. ദേവിക. ഗൗതം, നമുക്കറിയാം രോഹിത്തിന്റെ മരണത്തിൽ ABVP-യും BJP നേതാക്കന്മാരെയും ആരോപണ വിധേയരാക്കി നിർത്തിക്കൊണ്ട് രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത്. അപ്പോൾ അത് ആ ഒരു നാടകം ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. രോഹിത് വെമുലയുടെ അമ്മയെ പോലും കളത്തിലിറക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ചെന്ന് സന്ദർശിക്കുന്നു, അല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്രയിൽ ഇതൊരു വിഷയമായി ഉന്നയിക്കുന്നു. ശരിക്കും ഒരു കലാപശ്രമം തന്നെയാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ ദേവിക? 2016-17 കാലഘട്ടത്തിൽ രാജ്യത്ത് ക്യാമ്പസുകളിൽ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന NSUI ആണെങ്കിലും SFI-യും AISF-ഉം ISA-യും ഒക്കെ അടങ്ങുന്ന
ഇടത് വിദ്യാർത്ഥി സംഘടനകളാണെങ്കിലും നടത്തിയിട്ടുള്ളത്. മാത്രമല്ല രാഹുൽ ഗാന്ധി തന്നെ പല തെരഞ്ഞെടുപ്പ് റാലികളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, കോൺഗ്രസ് ദേശീയ തലത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ദളിത് വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കായി പ്രത്യേക നിയമവും പ്രത്യേക പദ്ധതിയും നടപ്പാക്കും. ആ പദ്ധതികൾക്കൊക്കെ രോഹിത് വെമുലയുടെ പേര് നൽകും എന്ന പ്രഖ്യാപനം പോലും കോൺഗ്രസ് നേതാവ് രാഹുൽ പല ഘട്ടങ്ങളിൽ പല തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അത്തരം നേതാക്കളൊന്നും ഈ തെലങ്കാന പോലീസ് സമർപ്പിച്ചിട്ടുള്ള ഈ നിർണായക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരക്ഷരം പോലും പരാമർശിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല കേരളത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ നടന്നത്. നമുക്കറിയാം, ഇത്തരം വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്യാമ്പസുകളെ പ്രക്ഷുബ്ധമാക്കുന്നത് കേരളത്തിലെ ഇടത് വിദ്യാർത്ഥി സംഘടനകളാണ്. പ്രത്യേകിച്ച് SFI, അതോടൊപ്പം തന്നെ AISF ഒക്കെ പോലെയുള്ള സംഘടനകൾ. ഇത്തരം സംഘടനകളും രോഹിത് വെമുലയുടെ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന തെലങ്കാനയിലെ സർക്കാരിന് കീഴിലുള്ള പോലീസ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിനെ പറ്റി കാര്യമായ പരാമർശിക്കുന്നില്ല. ഇതൊരു പുനരന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ തടിയൂരാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ആ ഒരു സമയം 2016 നമുക്കറിയാം, അതേ വർഷത്തിൽ തന്നെയാണ് JNU ക്യാമ്പസിൽ രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുള്ള ഒരു നീക്കം ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. 2016 ഫെബ്രുവരി 9-നാണ് JNUവിൽ അഫ്സൽ ഗുരു അനുസ്മരണം നടക്കുകയും പിന്നീട് അതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടെ പുറത്തോട്ട് വന്ന് അത് വലിയ ചർച്ചാ വിഷയമായി മാറുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ആ കാലത്ത് 2016-17 എന്ന് പറയുമ്പോൾ ദേശീയ തലത്തിലൊരു ഭരണമാറ്റം സംഭവിച്ചിട്ട് ഏതാണ്ട് 1-2 വർഷങ്ങൾ കഴിയുന്ന സമയമാണ്. 2014-ലാണല്ലോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ ദേശീയ തലത്തിൽ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ആ സർക്കാരിനെ താഴെ ഇറക്കുക, പ്രത്യേകിച്ചൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഒരു കാലത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഒരു തെറ്റായ പ്രചരണത്തിലൂടെ വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം അത് കോൺഗ്രസും ഇടത് പാർട്ടികളും ഒക്കെ നടത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം രോഹിത് വെമുല സമർപ്പിച്ചിരിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്നത് സംബന്ധിച്ച് അന്ന് തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. സ്വാഭാവികമായും ഇതറിയാവുന്ന കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ നേതാക്കൾ ഇത് മറച്ചു പിടിച്ചു. പക്ഷേ രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭീതി പിന്നീടുണ്ടായി. കാരണം താൻ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി തുടർച്ചയായി സംസാരിക്കുകയും താൻ ആ വിഭാഗത്തിൽ പെടുന്ന ആളാണ് എന്നൊരു ഐഡന്റിറ്റി നൽകിക്കൊണ്ട് അതിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുകയും അതിൻ്റെ പേരിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി. പക്ഷേ താൻ ആ വിഭാഗത്തിൽ പെടുന്നതല്ല, അത് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്നൊരു തിരിച്ചറിവ് പുറം ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും തനിക്കെതിരെ വലിയ പ്രതിഷേധം സമൂഹത്തിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് രോഹിത് തന്റെ ജീവിതം അവസാനിപ്പിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ തെലങ്കാന പോലീസ് സമർപ്പിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ BJP നേതാവ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, അന്ന് രോഹിത്തിന്റെ മരണം ആഘോഷിച്ച രാഷ്ട്രീയ പാർട്ടികളാണ് ഇനിയും ഇവിടെ അവരുടെ ഇപ്പോഴത്തെ നിലപാട് വിശദീകരിക്കേണ്ടത്. ദേവിക.